പെരുമാറ്റ ചട്ടലംഘനം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണല്ലേ. എന്താണ് പെരുമാറ്റ ചട്ടലംഘനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്ഥാനാർത്ഥികളുടെ നല്ല നടപ്പാണോ അതോ നേതാക്കളുടെ പെരുമാറ്റമാണോ? നമുക്ക് പരിശോധിക്കാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞ് വോട്ടർമാരെ സ്വാധീനിക്കാൻ പല കാര്യങ്ങളും ഭരണകക്ഷികൾക്ക് ചെയ്യാൻ കഴിയുമല്ലേ. ഇങ്ങനെ ചെയ്യാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ചില ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ കൊണ്ടുവരും. ഇതാണ് ഈ അറിയപ്പെടുന്ന പെരുമാറ്റ ചട്ടങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്ന അതേ നിമിഷം അതുമായി ബന്ധപ്പെട്ട പെരുമാറ്റ ചട്ടവും പ്രാബല്യത്തിലാവും. വോട്ടർമാരെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കാവുന്ന ഏതു വിഷയവും അതിന്റെ പരിധിയിൽ വരികയും ചെയ്യും. ഒരു ഗെയിം കളിക്കുമ്പോൾ കള്ളക്കളിക്ക് ഫൗൾ വിളിക്കില്ലേ, അത് തന്നെയാണ് പരിപാടി. അങ്ങനെ ഫൗൾ വിളി ഇക്കൊല്ലവും നടക്കുന്നുണ്ട്. പത്തനംതിട്ടയിലെ ഇടതു സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരെയാണ് പെരുമാറ്റ ചട്ടലംഘനം ഇത്തവണ ആരോപിക്കപ്പെട്ടത്. തോമസ് ഐസക്കിന് ED പേടി ഉണ്ടോ ഇല്ലയോ എന്നത് അവിടെ നിൽക്കട്ടെ. CPM എന്താണെങ്കിലും ED പേടിയിലാണ്. കുടുംബശ്രീ വഴി വായ്പാ വാഗ്ദാനം, KDISC വഴി തൊഴിൽദാന പദ്ധതി എന്നിവയ്ക്കെതിരെയാണ് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. പരാതി കിട്ടിയ ഉടനെ ജില്ലാ കളക്ടർ തോമസ് ഐസക്കിനോട് വിശദീകരണം തേടിയിരുന്നു. ED വരെ നെഞ്ചുവിരിച്ച് നേരിടുന്ന തോമസ് ഐസക്കിന് വിശദീകരണം കൊടുക്കുന്നത് ഒരു ചടങ്ങായിരുന്നില്ല. കുടുംബശ്രീ, KDISC എന്നീ സർക്കാർ സംവിധാനങ്ങൾ പ്രചരണത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്ന് വിശദീകരണത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഫൗൾ വിളി കേട്ടത് തോമസ് ഐസക് മാത്രമല്ല. കേന്ദ്രമന്ത്രി V മുരളീധരനും തൃശൂർ ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാറും എന്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ ഉൾപ്പെട്ടിട്ടുണ്ട്. വോട്ടർമാരെ സ്വാധീനിക്കും വിധം മതപരമായതോ ദൈവികമോ ആയ ചിഹ്നങ്ങളോ ചിത്രങ്ങളോ പ്രചാരണത്തിനിടയിൽ ഉപയോഗിക്കുന്നതും ചട്ടവിരുദ്ധമാകും. ഇതാണ് V മുരളീധരനെയും സുനിൽകുമാറിനെയും നോട്ടപ്പുള്ളികളാക്കിയത്. മുരളീധരന്റെ ഫ്ലെക്സിൽ വിഗ്രഹത്തിന്റെ ചിത്രവും ഉൾപ്പെടുത്തിയതാണ് ചട്ടലംഘനത്തിനിടയാക്കിയത്. സുനിൽകുമാർ സ്ഥാപിച്ച ഫ്ലെക്സിൽ ക്ഷേത്രത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിയതിനെതിരെ KPCC വർക്കിംഗ് പ്രസിഡന്റും MP യുമായ TN പ്രതാപനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയത്. തൃപ്രയാർ തേവരുടെ ചിത്രം ഫ്ലെക്സിൽ ഉൾപ്പെടുത്തിയെന്നും ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമായി കണ്ട് നടപടി എടുക്കണമെന്നതുമായിരുന്നു ആവശ്യം. തെരഞ്ഞെടുപ്പ് സീനിലെ ഇല്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നഗ്നമായി ലംഘിച്ചുവെന്ന് ആരോപിച്ചത് BJP സംസ്ഥാന പ്രസിഡന്റായ K സുരേന്ദ്രനാണ്. BJP CPMനെതിരെ ഇപ്പോൾ പരാതിപ്പെടണമെങ്കിൽ അത് പൗരത്വ നിയമ ഭേദഗതി തന്നെയാണല്ലോ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മുസ്ലിങ്ങളുടെ ഇടയിൽ ആശങ്കയുണ്ടാക്കി സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് സുരേന്ദ്രൻ പരാതിപ്പെട്ടത്. BJP സർക്കാർ മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കാണുന്നുവെന്നും മുസ്ലിങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നുവെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത് മുസ്ലിങ്ങളിൽ തെറ്റിദ്ധാരണ പടർത്തി വർഗീയ വികാരം ആളിക്കത്തിച്ച് വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനാണെന്നും ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ സാങ്കേതിക പരിധിയിൽ വരാത്ത ഒന്നാണ് ബോഡി ഷേമിംഗ് ഉൾപ്പെടെ നേതാക്കളെ പരിഹാസപാത്രമാക്കുകയും അപകീർത്തിപ്പെടുകയും ചെയ്യുന്ന തരം വികൃത പ്രയോഗങ്ങൾ. വിചാരണ പ്രസംഗങ്ങളിലും പ്രസ്താവനകളിലുമൊക്കെ കാച്ചിവിടുകയെന്ന തരംതാണ പരിപാടി. ഒരു സ്ഥാനാർത്ഥി രാവിലെ എഴുന്നേറ്റ് പൗഡറും പൂശി നടപ്പാണെന്ന് മറുകക്ഷിയുടെ നേതാവ്. ആ നേതാവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ വറുത്ത കശുവണ്ടിയെ നോക്കുന്നത് പോലെയാണെന്ന് ആദ്യത്തെ കക്ഷിയുടെ നേതാവ്. തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് മത്സര രംഗത്തുള്ള രാഷ്ട്രീയ കക്ഷികളുടെ അജണ്ടയാണ്. ജീവിതത്തെ നേരിട്ട് ബാധിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന പ്രാദേശിക വിഷയങ്ങളെയാണ്. ലോകമാകെ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ ഓരോ കക്ഷിയുടെയും പ്രതികരണവും നിലപാടുമാണ്. അതിനു പകരം സ്ഥാനാർത്ഥികളുടെ മൂക്കിന്റെയും ചെവിയുടെയും ഒക്കെ ആകൃതി വിശേഷം പറയുന്നവർക്ക് ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ: ജനം നേരിടുന്ന ജീവൽ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഓരോ രാഷ്ട്രീയ കക്ഷിയും പ്രചാരണത്തിനിറങ്ങുന്ന തങ്ങളുടെ നേതാക്കൾക്കു വേണ്ടി ഒരു പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. പ്രസംഗത്തിലും പ്രചാരണത്തിലും എന്തെല്ലാം ആകാം, എന്തെല്ലാം ആയിക്കൂടാ എന്നതൊക്കെ നേരത്തെ നിശ്ചയിച്ചിരിക്കണം. പ്രസംഗിച്ച് ആവേശം കയറുമ്പോഴാണ് മിക്കവരുടെയും നാവ് നിയന്ത്രണങ്ങൾ വെടിഞ്ഞും ഔചിത്യവും മാന്യതയും മറന്നും അരുതാത്തിടത്തേക്ക് എല്ലാം കത്തിക്കയറി പോകുന്നത്. ഇങ്ങനെ വേലി ചാടുന്ന വാക്കുകളെ വരുതിക്ക് നിർത്തണമെന്ന് ആദ്യം സ്വന്തമായ ഒരു പെരുമാറ്റച്ചട്ടം തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും സ്വയമേ വേണം. നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കുമെല്ലാം ഓരോ രാഷ്ട്രീയ കക്ഷിയും പ്രത്യേകം പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തുകയും വേണം. കുളിക്കടവിലെയോ കിണറ്റുകരയിലെയോ സ്വകാര്യ ഭാഷങ്ങളുടെ ചുവയല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ നിന്ന് കേൾക്കേണ്ടത്. വ്യക്തിമര്യാദകൾ വെടിയുന്ന നേതാവിന്റെ കക്ഷിക്ക് തന്റെ വോട്ടില്ല എന്ന് ജനവും തീരുമാനിക്കണം.